വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റും അംഗീകരിച്ചു. ഞായറാഴ്ച മുതൽ ബന്ദികളുടെ മോചന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമെന്നും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു. ഈ കരാർ വ്യവസ്ഥ നിലവിൽ വരുന്നതോടുകൂടി 43 ദിവസത്തിനിടയിൽ 33 ബന്ദികളെ മോചിപ്പിക്കുകയും തത്തുല്യമായ രീതിയിൽ പാലസ്തീൻ തടവുകാരെയും അതോടൊപ്പം തന്നെ ഗാസയുടെ ഭാഗങ്ങളിലുള്ള സൈനിക പിന്മാറ്റവും സാധ്യമാകും. ഈ കാലയളവിനിടയിൽ തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയും ഉണ്ടാവും. പറയുന്ന കാര്യം 94 ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ കൈവശത്തിലുള്ളത്. 60 പേർ ജീവനോടെയും 34 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുവന്നത്. 109 പേരെ ഇതിനു മുൻപ് വിട്ടയച്ചു. 8 പേരെ ഇസ്രായേൽ മോചിപ്പിച്ചു. 37 പേരുടെ മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെത്തി.